അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് പറയണം മോഡ്യൂൾ 2 ആൻഡ് 3. ഫസ്റ്റ് വൺ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നമ്പറിന് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ കൺസിഡർ ഒരു 7 എന്ന് പറഞ്ഞ നമ്പർ കൺസിഡർ ചെയ്താൽ നമുക്കത് ഡിവിസിബിളായ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 7 മാത്രമാണ്. പക്ഷേ നമ്മളൊരു 16 എടുത്ത് നോക്കിയാലോ, നമുക്ക് 4, 4 16ആണ്, 8, 2 16ആണ്. സോ അങ്ങനെ ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഡിവിസിബിലിറ്റിയാണ്. അതായത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളവരെ നമുക്ക് പ്രൈം നമ്പർ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ആ കോൺസെപ്റ്റിലാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യം ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് യൂസറിൻ്റെന്ന്, അതിനുശേഷം കൗണ്ട് ചെയ്യണം. അതായത് നമുക്ക് ഫാക്ടേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൗണ്ടിൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 0യും 1 ഒരിക്കലും നമുക്ക് പ്രൈം നമ്പർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പറയാൻ പറ്റില്ല. നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇനീഷ്യലി നമ്മൾ n=0 ഓർ n=1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത്, നമുക്ക് 1 മുതൽ ആ നമ്പർ വരെ പോകണം അല്ലേ. അതായത് എനിക്ക് 7ൻ്റെ ഒരു ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 1 മുതൽ 7 വരെ എല്ലാം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഫാക്ടറൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൗണ്ടിൻ്റെ വാല്യൂ 1ൽ കൂടുതൽ 2ൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാം അതൊരു പ്രൈം നമ്പർ അല്ല എന്നുള്ളത്. 2 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൈം നമ്പർ ആണെന്ന് പറയാം. അതും അതായത് എന്തുകൊണ്ട് ആ നമ്പർ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്കറിയാം, ഒരു 7നെ കൺസിഡർ ചെയ്താൽ 1ഉം 7ഉം മാത്രമാണ് ഡിവിസിബിൾ, റൈറ്റ്. സോ 7 വരെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ഐ ഇൻ റേഞ്ച് 1,n+1 എന്ന് കൊടുത്തത്. ഓക്കെ, എന്തുകൊണ്ട് 1,n കൊടുത്തില്ല എന്ന് പറയാം, അതുകൊണ്ടാണ് 1,n+1 കൊടുത്തത്. എനിക്ക് ആ നമ്പർ വരെ പോകാനുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യുന്നത് എന്താ, ഓരോ നമ്പറും അത് വരുന്ന ഐയുടെ വാല്യൂ 1 മുതൽ 7, ഇപ്പോൾ 7 ആണ് കൺസിഡർ ചെയ്യുക എൻ്റെ വാല്യൂ. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള എല്ലാ വാല്യൂസിലേക്കും ഇത് ഡിവിസിബിൾ ആണോ, 7ന് ഡിവിസിബിൾ ആണോ. അതായത് 7% 1 ഓക്കെ ആണോ നോക്കും, 7% 2 നോക്കും, 7% 3 നോക്കും, 7% 4 നോക്കും, 7% 5 നോക്കും. അങ്ങനെ എല്ലാം നോക്കി ഇനി ഏതിലേക്കാണ് ഡിവിസിബിൾ ആയിട്ട് വരുന്നത് എന്നുള്ള കൗണ്ട് ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ ഡിവിസിബിൾ ആയിക്കഴിഞ്ഞാൽ ലൈൻ കൗണ്ടിൻ്റെ വാല്യൂ കൗണ്ട് ഈക്വൽ ടു count+1 കൊടുത്തു. ഓക്കെ, അത് വെച്ച് നിർത്തി. ഇല്ലെങ്കിൽ എന്നുള്ള കേസ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ, ഈ മൊത്തം പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, കൗണ്ടിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മളുടെ നമ്പർ പ്രൈം ആണെന്നും, അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ നോട്ട് പ്രൈം എന്നുള്ള കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ 14 ഇട്ടു. സോ നമ്പർ ഈസ് നോട്ട് പ്രൈം എന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഞാൻ 7 കൊടുത്താൽ ഐ നീഡ് ടു ഗെറ്റ് നമ്പർ ഈസ് പ്രൈം. സോ വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് കറക്റ്റാണ്. ഇതേ പ്രോഗ്രാമിൽ ഇപ്പോൾ നിങ്ങളോടൊരു ഫംഗ്ഷനിൽ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതുക. ഓക്കെ, അതായത് ഡെഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ബ്രാക്കറ്റ്സ് ഇടുക, ഓപ്പൺ ചെയ്യുക, അതായത് കോളൻ ഇടുക. എന്നിട്ട് ഈ ഫംഗ്ഷന് ഒരു ഫംഗ്ഷൻ കോൾ വേണം. അത് താഴെ അതേ ലൈനിൽ കണ്ടോ, ഇതിൻ്റെ അതേ ലൈനിലൊരു പ്രൈം ഫംഗ്ഷൻ കൊടുത്തു. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ ലോജിക്കാണ് ഇവിടെ വരുന്നത്. സോ എങ്ങാനും ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൈം നമ്പർ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നേരത്തെ പഠിച്ച അതേ കോൺസെപ്റ്റിൽ എഗെയിൻ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെക്കുക. സോ ഇസ് എ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ് അല്ലേ. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. ഇതിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, വാരിയബിൾസ് ഒന്നുമില്ല, ജസ്റ്റ് കോളിംഗ് മാത്രമേ ഉള്ളൂ. കോൾ ചെയ്താൽ ഡയറക്റ്റായിട്ട് ഈ പരിപാടിയിലേക്ക്, ഈ ഫംഗ്ഷനിലേക്ക് പോവും. ആ ഫംഗ്ഷൻ ചെയ്യും, ആൻസർ റിട്ടേൺ ചെയ്യും. സോ ഇതാണ് അതിൻ്റെ യൂസിങ് ഫംഗ്ഷൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് ഈവൻ ഓർ ഓഡ്. ഈവൻ ഓർ ഓഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയാൻ പറ്റും. നമുക്കറിയാം 2 വെച്ച് ഡിവിസിബിൾ ആയ ഏത് നമ്പറിനെയും നമുക്ക് ഈവൻ എന്ന് പറയാം, അല്ലാത്തതിന് നമുക്ക് ഓഡ് എന്ന് വിളിക്കാം. ആ ഒരു കോൺസെപ്റ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനീഷ്യലി ഒരു നമ്പർ യൂസിൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, അത് അപ്പോൾ അതിന് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഈവൻ ഓഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, %2 = 0 ആണോ, അതായത് ആ നമ്പറിനെ 2 വെച്ച് ഡിവിസിബിൾ ആണോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ ആണെന്നും അല്ലെങ്കിൽ ഓഡ് ആണെന്നും പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോർട്ടീൻ ഈസ് ആൻ ഈവൻ നമ്പർ, 3 ഈസ് എ നോഡ് നമ്പർ. ഞാൻ 0 കൊടുത്താൽ എനിക്ക് വരേണ്ടത് ഏതാണ്, 0 ഈസ് നൈദർ ഈവൻ നോർ ഓഡ്, അങ്ങനെ കോൺസെപ്റ്റ് വന്നു. അപ്പോൾ കറക്റ്റാണ്. അതത്രേ ഉള്ളൂ, സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഇത് യൂസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഫംഗ്ഷൻ്റെ പേരിടുക, ഡെഫ് ഒരു ഫംഗ്ഷൻ്റെ പേരിടുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തതാണ് ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത്. നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ട് ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് എത്ര പ്രൈം നമ്പർ അതിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലിപ്പോൾ 5, 7, 13 എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു വിചാരിക്കണം. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 1, 2, 3, 4, 5, 6,
7 8 8 നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 8 നമ്പറിലെ ലിസ്റ്റിൽ എത്ര എണ്ണം പ്രൈമാണ് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇത് നോക്കണ്ട, നിങ്ങളിത് ഓൾറെഡി കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇത് മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെഫ് എഴുതിക്കാൻ ഒരിക്കലും പ്രോഗ്രാം റൺ ആവില്ലല്ലോ. ഇനിഷ്യലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലിസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സി ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രൈമിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി ഒരു വാരിയബിൾ എടുത്തു, അത് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തു. ഒരു ലിസ്റ്റിലുള്ളവർക്ക് ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. സോ ഫോർ ഐ ഇൻ എൽ ഇനി എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ എഴുതാം. എന്ത് പ്രൈം ഫംഗ്ഷൻ ആണ്, അതായത് പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് നമ്മളൊന്ന് ജസ്റ്റ് കൂട്ടുക എന്നുള്ള കോൺസെപ്റ്റിലാണ്, കൂട്ടുക എന്നുള്ള രീതിക്കാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇവിടേക്ക് പോകണം അല്ലേ. ഈ പ്രൈം ഫംഗ്ഷൻ ഓഫ് ഐ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക, ആ വാല്യൂ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ ആരുണ്ട്, പ്രൈം ഫംഗ്ഷൻ ഉണ്ട്. എന്താ അവിടെ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചു തന്നെ, ഈക്വൽ ടു 0 ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ ഫാൾസ്, അതായത് അല്ല എന്ന് പറയും. ഓക്കെ, ഇനി അത് അതിന് മുന്നേ ആയിട്ട് കൗണ്ടിൻ്റെ വാല്യൂ ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്കറിയാം കൗണ്ട് വെച്ച് മാത്രമേ പ്രൈം ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് സെയിം കോൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ റിട്ടേൺ എന്നുള്ള സംഭവം ഉണ്ട്. അതായത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ട പ്രൈം നമ്പർ അല്ലേ, നമുക്ക് കൗണ്ട് മാത്രം കിട്ടിയാൽ മതി. അതായത് നമുക്ക് പ്രൈം ആണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ മാത്രം റിട്ടേൺ കൗണ്ട് ഈക്വൽ ടു 2 ആണെന്നെങ്കിൽ മാത്രം ഇത് റിട്ടേൺ ചെയ്യുക, അതായത് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോജിക്ക് സെയിം, നേരത്തെ പറഞ്ഞ പ്രൈമിൻ്റെ സെയിം ലോജിക്കാണ്. ഓൺലി ഡിഫറൻസ് ഈസ് n ഈക്വൽ ടു 0 n ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺസ് ഫാൾസ് വരും. അതല്ല ഇതിലുള്ള ഏതെങ്കിലും വാല്യൂസ് കൗണ്ടിൻ്റെ വാല്യൂ 2 അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ആവില്ല. കൗണ്ട് ഈക്വൽ ടു 2 ആണെന്നുള്ള കേസുകൾ മാത്രം റിട്ടേൺ ചെയ്ത് അത് പ്രൈം ആണെന്ന് പറയും. അത് ഇവിടേക്ക് തിരിച്ച് വരും, ഇവിടേക്ക് വരും. ഇവിടെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൗണ്ടിൻ്റെ വാല്യൂ കൂടും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനീഷ്യൽ എഴുതിയത് ഇവിടുന്നാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. ഫംഗ്ഷനിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്നാണ് 13th ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുക. 4 15 16 17 എത്തുമ്പോൾ എഗെയിൻ എവിടേക്ക് പോകും, 3ലേക്ക് പോകും. അങ്ങനെയാണ് വർക്ക് ചെയ്യണം. ഓക്കെ, ഓരോ നമ്പർ എടുക്കും, അവിടേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണ്. സോ സോറി, ബ്രേക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ കയ്യിൽ 5 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, 11 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 13 ഉണ്ട്. സോ കറക്റ്റാണ്, 5 പ്രൈം നമ്പേഴ്സ് തന്നെയാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. സോ കോൺസെപ്റ്റ് കറക്റ്റാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, കൗണ്ടിൻ്റെ വാല്യൂ നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂബിൾ എടുക്കുന്നു, ലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഓരോ വാല്യൂസ് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ഫംഗ്ഷൻ വിളിക്കുന്നു, കോൾ ചെയ്യുന്നു, ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോകുന്നു. അവിടെ 0യും 1 ആണെങ്കിൽ റിട്ടേൺ ഫാൾസ് കൊടുക്കണം. ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂ 2 ആയാൽ മാത്രം റിട്ടേൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഇങ്ങനെയാണ് ആ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ നിങ്ങൾക്ക് അറിയാം, n ഫാക്ടോറിയൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പോൾ 5 ഫാക്ടോറിയൽ പറഞ്ഞാൽ 120 എന്നാണ് മീൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിതിൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പം ഇതാണ്. സോ ആ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, 10th ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ യൂസ് ചെയ്ത് വാങ്ങിച്ചു, നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഈ കിട്ടിയ നമ്പറാണ് ഫാക്ടറിയിലേക്ക് പാസ് ചെയ്യണം. ഇവിടെ ആരുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ്റെ പേര് ഫാക്ടറിയിലാണ്. നിങ്ങൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്ന ആ വാല്യൂ ഇവിടേക്ക് വരും. അപ്പോൾ ചെക്ക് ചെയ്യണം എന്താ, ആ കിട്ടിയ വാല്യൂ ഈക്വൽ ടു 0 ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യുക. നമുക്കറിയാം 0 ഫാക്ടറിയിലും 1 ഫാക്ടറിയിലും 1 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് പറയുന്നത്, n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. അതായത് ഇപ്പോൾ ഞാൻ 5 കൊടുത്ത് വിചാരിച്ചോ, അപ്പോൾ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 എന്താ 4 അല്ലേ. എഗെയിൻ എങ്ങോട്ടേക്ക് പോകും, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതിൻ്റെ ഉള്ളിൽ പോയി എഗെയിൻ നോക്കുക എന്താ, 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 മൈനസ് 1 അതായത് 3. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ആ ഫംഗ്ഷനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് വിളിക്കുക. എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഇൻ ഇറ്റ്സ് ബോഡി ദെൻ ഇറ്റ് ബി കോൾഡ് ആസ് എ എന്താ പറയുക, റിക്കേർഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ പരിപാടി നടത്തുക എന്നുള്ളതാണ്. ഒരൊറ്റ ലൈനിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, n ഇൻറ്റു ഫാക്ടർ ഓഫ് n മൈനസ് 1 പറയുമ്പോൾ 5 ഇൻറ്റു 4 വരും അല്ലേ. അടുത്ത എങ്ങനെ വരിക, 4 ഇൻറ്റു 3 വരും. അടുത്തത് 3 ഇൻറ്റു 2 വരും. അതിങ്ങനെ 2 ഇൻറ്റു 1 വരും. അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്നോട് ഇതിൽ ആദ്യം വരെ നമ്പർ ഏതാണെന്ന് ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 5 ഇൻപുട്ട് ചെയ്തു. നമുക്ക് കിട്ടുക എത്രയാണ്, 120. കറക്റ്റ് അല്ലേ. സോ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, അതാണ് ഫാക്ടോറിയൽ. ഈ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രോഗ്രാമാണ്, വലിയ കാര്യങ്ങളില്ല, കുഞ്ഞി പ്രോഗ്രാമാണ്. നമുക്ക് നമ്പർ യൂസ് ചെയ്ത് വാങ്ങിച്ചു, സമ്മിൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് എന്താ 5 കൊടുത്താൽ 1 + 2 + 3 + 4 + 5 കിട്ടണം അല്ലേ. നമുക്കറിയാം
നമുക്ക് റേഞ്ച് എപ്പോഴും 1 എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്പർ പ്ലസ് 1 എന്തുകൊണ്ടാണ്? എനിക്ക് 5 വരെ പോകണം. അതുകൊണ്ട് 6 എന്ന് കൊടുത്താൽ മാത്രമേ 5 വരെ പോകുള്ളൂ. അതുകൊണ്ട് 1 കോമ നമ്പർ പ്ലസ് 1 കൊടുത്തു. സം ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ ഓരോ വാല്യൂ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇനീഷ്യലി 0 സെറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? നമുക്ക് 0നെ 1ൻ്റെ കൂടെ ആഡ് ആവണം അല്ലേ? പിന്നെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് ആഡായി വന്നാലേ, അതുകൊണ്ടാണ് സം ഈക്വൽ ടു സം പ്ലസ് ഐ കൊടുത്ത് ദെൻ ഇത് പ്രിൻറ്റ് ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 5 കൊടുത്തു. സോറി, സം ഓഫ് 5 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 15. കറക്റ്റ് അല്ലേ? ആണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഭയങ്കര ഈസിയാണ്. ഒരുപാട് വലിയ ലോജിക്കൊന്നുമില്ല. സിമ്പിൾ ഒരു ലോജിക്കാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കാൻ. ഒരു നമ്പർ യൂസ് ചെയ്ത് വാങ്ങിക്കുക. ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ വേണ്ടത് വെച്ചാൽ ആ നമ്പർ യൂസ് ചെയ്ത് വാങ്ങിക്കുക. നമുക്കറിയാം നമ്മളെപ്പോഴും 10 വരെയുള്ള ഇതിലേ പോകുള്ളൂ അല്ലേ? 1 ഇൻറ്റു 10 വരെ നമുക്കെപ്പോഴും ലാസ്റ്റ് 10 വരെ ഉള്ളതേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 4 i ഇൻ റേഞ്ച് 1,11 എന്ന് കൊടുത്തത്, 10 വരെ പോകാൻ വേണ്ടിയിട്ട്. ഇനി എനിക്കറിയാം 1 ഇൻറ്റു 2, 2 ഇൻറ്റു 2 അങ്ങനെയല്ലേ പോകേണ്ടത്. അപ്പോൾ i ഇൻറ്റു എന്ന് കാണിക്കുന്ന ആ സിമ്പിളാണ് എക്സ് എന്ന് പറഞ്ഞത് റെപ്രസെൻറ്റ് ചെയ്ത്. നമ്പർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ? നിങ്ങൾ കൊടുത്ത വാല്യൂ ആയിരിക്കും ഇവിടെ വരിക. ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ന് കാണിക്കാൻ. ഐ ഇൻറ്റു നമ്പർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് 5ൻ്റെ അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ 7 കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? 1 ഇൻറ്റു 7 ഈക്വൽ ടു 7. ഈ ഇൻറ്റു എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇവിടെ കോഡ്സിൽ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഭംഗിയിൽ വന്നത് കേട്ടോ. അതുപോലെ ഈക്വൽ ടു നോക്കിയാൽ ഞാൻ ഭംഗിയിലാണ് കൊടുത്തത്, കോഡ്സിൻ്റെ ഉള്ള കൊടുത്തത്. അതുകൊണ്ടാണ് 1 ഇൻറ്റു 7 ഈക്വൽ ടു 7. അങ്ങനെ നമുക്ക് 10 വരെ പോയി. 70 വരെയുള്ള ആൻസർ കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യാം. ഓക്കെ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ തോന്നുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ലെങ്ത്തും ബ്രെഡ്ത്തും യൂസ് ചെയ്ത് വാങ്ങിക്കുക, എൽ ഇൻറ്റു ബി ചെയ്യുക, ഫംഗ്ഷനെ കോൾ ചെയ്യുക, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, സർക്കിളും സെയിം കോൺസെപ്റ്റാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി ലാർജസ്റ്റ് എമംഗ് 3. നമുക്ക് ലാർജസ്റ്റ് എമംഗ് 3 ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് ചെക്ക് ചെയ്യേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യം 3 നമ്പർ വാങ്ങിച്ചു. ആ 3 നമ്പർ വാങ്ങിച്ച ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറേക്ക് വലുതാണോ, അതേപോലെ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനൊക്കെ വലുതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പറാണ് ലാർജസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് നോക്കാം? സെക്കൻഡ് നമ്പർ ഫസ്റ്റിനേക്കാളും തേർഡിനേക്കാളും വലുതാണോ നോക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ആരായിരിക്കും ലാർജസ്റ്റ്? നമ്മുടെ തേർഡ് നമ്പർ. ഈ കോൺസെപ്റ്റിലാണ് ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ് വർക്ക് ആവുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്ന ലോജിക് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അടുത്തത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിൻ്റെ സ്മോളസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷനിൻ്റെ പേര് കൊടുത്ത് സ്മോൾ ഫംഗ്ഷൻ എന്ന് വെറുതെ പേരിട്ട് കൊടുത്തു കേട്ടോ. എല്ലിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഒരു 10 നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനീഷ്യലി നമ്മൾ L of 0 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ സ്മോൾ ആക്കി സെറ്റ് ചെയ്തു, നമ്മൾ അസ്യൂം ചെയ്യാണ് കേട്ടോ അത്. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്നിലേക്കൂടെയും പോകണം. അതിനാണ് ഫോർ നമ്മിൻ. ഇത് നിങ്ങൾക്ക് ഐ ഒക്കെ ആക്കി മാറ്റാം കേട്ടോ, ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഐ ഇൻ എൽ ഈഫ് നം ലെസ് ദാൻ, ഈ കിട്ടിയ ഐൻ്റെ വാല്യൂ സ്മോളിനേക്കാൾ ചെറുതാണോ ആണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ സ്മോൾ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ കയ്യിലുള്ള ഐൻ്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ നമ്പറിൻ്റെ വാല്യൂ ആണ്. അങ്ങനെയാണ് കോൺസെപ്റ്റ് പോണത്. ഫുൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ സ്മോൾ വരും. ഒന്നുകൂടി പറയാം. ഓരോ വാല്യൂ നമ്മുടെ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂ കൂടെ നമ്മൾ ഫോറിലൂടെ പോവും. ഓരോ വാല്യൂ നമ്മൾ സ്മോൾ ആയിട്ട് കമ്പയർ ചെയ്യും, ലെസ് ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ കയ്യിലുള്ള ഐൻ്റെ വാല്യൂവിനെ സ്മോളിലേക്ക് അസൈൻ ചെയ്ത് പോകും. ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലറിയാം, നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ആരാണ്? 3 ആണ്. സോ നമുക്ക് കിട്ടേണ്ടത് സ്മോളസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. നെറ്റ് സ്ലോ ആണ് തോന്നുന്നു. എനിക്ക് നെറ്റ് സ്ലോ ആണ്. സോ
ഇത് കറക്റ്റായിട്ട് ആൻസർ കിട്ടേണ്ടതാണ്, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ വർക്കാകാൻ വിചാരിക്കണം. ഓക്കെ, നമുക്ക് സ്മോളസ്റ്റ് നമ്പർ 3 ആണെന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അടുത്തത് മീൻ മീഡിയൻ മോഡ് യൂസിങ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്കറിയാം, നമുക്കൊരു മോഡ്യൂൾ അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് മോഡലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ മീൻ മീഡിയൻ മോഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇമ്പോർട്ട് മീൻ മീഡിയൻ മോഡ് ഇമ്പോർട്ട് ചെയ്തു, മീനും മീഡിയൻ മോഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇത് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക, അതിൻ്റെ പേര് ഡെഫ് എന്നാണ്, കാൽക്കുലേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഫംഗ്ഷന് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യേണ്ടത് ആദ്യം എന്താണ്, ഒരു നമ്പർ, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ആ ലിസ്റ്റ് നമ്മൾക്കിതിൽ പാസ് ചെയ്യുന്നുണ്ട്. മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, മീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, മീഡിയം കണ്ടുപിടിക്കാനോ മീഡിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ട്രൈയും എക്സെപ്റ്റ് ബ്ലോക്കൊക്കെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ട്രൈ പറഞ്ഞാൽ നമുക്ക് തരുന്ന ചില മിസ്റ്റേക്കുകൾ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് എടുക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വരരുതല്ലോ വെച്ചിട്ടാണ് നമ്മൾ ട്രൈയിൽ മോഡ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഞാൻ മോഡിൻ്റെ എന്താ പറയുക, മോഡിൽ എന്തെങ്കിലും എറേഴ്സ് വന്നാൽ അത് പ്രിൻ്റ് ആവാണ് നോ യൂണിക് മോഡ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഇനി അതിൻ്റെ 3 വാല്യൂസും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ എഫ് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഭംഗിയിൽ ആ കറക്റ്റ് സാധനം എന്താ പറയുക ഫോമാറ്റിൽ പ്രിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫോമാറ്റ് സ്ട്രിങ് ആയിട്ട് പ്രിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെറുതെ മീൻ വാല്യൂ, മീഡിയം വാല്യൂ, മോഡ് വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യും ഇൻഡൻറ്റേഷൻ എറർ. ഓക്കെ, മീൻ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞ് ഓക്കെ കറക്റ്റായി. ഇപ്പോൾ നമുക്ക് മീനും മീഡിയനും മോഡും വാല്യൂസ് കിട്ടി. ഓക്കെ, നമുക്ക് സം ആൻഡ് ആവറേജ് ഓഫ് എ ലിസ്റ്റ്, അതും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ലിസ്റ്റ് പാസ് ചെയ്യുക, ഒരു ഫംഗ്ഷൻ എഴുതുക, ഫംഗ്ഷനിലേക്ക് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചാൽ സം കിട്ടും, ലെങ്ത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ആവറേജ് എങ്ങനെ കാണുക, നമ്മൾ സം ബൈ ലെങ്ത്ത് അല്ലേ, അങ്ങനെ ചെയ്താൽ നമുക്ക് ആവറേജ്, സം ആൻഡ് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു നമ്പർ യൂസർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിലാണ് ചെയ്യുക. ഫോർ ഐ ഇൻ റേഞ്ച്, നമുക്ക് 0 മുതൽ ആ നമ്പർ വരെ പോകണം. അതായത് ഇപ്പോൾ എനിക്ക് 12 കൊടുത്തു വെച്ചാൽ 12 വരെയുള്ള എന്താ പറയുക നമ്പേഴ്സും പ്രിൻ്റ് ആവണം. ഓക്കെ, 12 വരെയുള്ള നമ്പേഴ്സ് എല്ലാം അല്ല, ഓൺലി ദ ഈവൺ നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് എന്ത് കൊടുത്താൽ മതി, 2 കൊടുത്താൽ മതി. അതുകൊണ്ടാണ് 0,n+1,2 കൊടുത്തത്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എവിടെ മുതൽ വരും, 0 മുതൽ എത്ര വരെ പോകും, ആ നമ്പർ വരെയുള്ളത് ഇൻക്ലൂഡ് ആവും. ഓക്കെ, വീഡിയോ അപ്പോൾ ഇതിൽ എന്താ പറയുക, ഞാൻ 12 ലിമിറ്റ് കൊടുത്താൽ എനിക്ക് ഈവൺ നമ്പർ 0 മുതൽ 12 വരെ പോകും. അതാണ് ഇൻക്ലൂഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ n+1 വേണ്ട, n വരെ പോയാൽ മതി. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇപ്പോൾ ഞാൻ ലിമിറ്റ് 12 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 10 വരെ പോകുള്ളൂ, അത് 12 ഇൻക്ലൂഡ് ആവില്ല. അങ്ങനെയാണ് ഈവൺ ഇൻക്ലൂഡിങ്ങും എക്സ്ക്ലൂഡിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ ചിലപ്പോൾ എന്താ പറയുക, ആ ഈവൺ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം, യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കണം, ആ റേഞ്ച് ഇൻക്ലൂഡ് ആവാനും എക്സ്ക്ലൂഡ് ആവുന്ന രീതിക്ക് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതാനായിരിക്കും പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ, ആ ഫോർ ലൂപ്പിലാണ് കളി മൊത്തം, ബാക്കിയൊന്നും നിങ്ങൾക്ക് വലിയ ചേഞ്ചുകൾ അതിലില്ല. ഓക്കെ, ഇനി ഫിബൊനാക്കി സീരീസ്. ഫിബൊനാക്കി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കണം. 0, 1, 1, 2, 3 എന്ന് പറയുന്നതാണ്. ഇനീഷ്യലി നമ്മൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ, അത് ആദ്യത്തെ 2 വാല്യൂസ് നമ്മൾ 0യും 1 ആക്കി സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, എനെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് എയിലേക്ക് ബിയുടെ വാല്യൂം, ബിയിലേക്ക് A+Bയുടെ വാല്യൂം കൊടുക്കുകയാണ്, അത് പ്രിൻറ്റ് ചെയ്യണം. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിബൊനാക്കി സീരീസ് കിട്ടും. ഇനി നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നമുക്ക് :(-1) ചെയ്താൽ ഏതിൻ്റെയും റിവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് വെച്ചാൽ അതിനെ സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യുക, ഈ സംഭവം ചെയ്യുക. അല്ല നിങ്ങളൊരു നോർമൽ സ്ട്രിങ്ങാണ് കൊടുക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് റിട്ടേൺ ചെയ്യും കറക്റ്റായിട്ട്. അത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു.